തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ ഇടിച്ച് കൊന്നത് പാറശാല SHO പി അനിൽകുമാറിന്റെ വാഹനം എന്ന് കണ്ടെത്തിയതോടെ വാഹനം ഓടിച്ചതാര് എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ. വാഹനം ഓടിച്ചത് അനിൽകുമാറാണോ എന്നാണ് പരിശോധിക്കുന്നത്. കിളിമാനൂർ ചേണിക്കുഴി സ്വദേശി രാജനാണ് കാറിടിച്ചു മരിച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലാണ് ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഏത് തരത്തിലുള്ള ഒരു പരിശോധനയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക? അതിനുശേഷമാണല്ലോ ഈ വാഹനം ഓടിച്ചത് ആരാണെന്ന് സ്ഥിരീകരിക്കാനാകുക. നിലവിൽ കിളിമാനൂർ പോലീസ് ദിവസങ്ങളെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണിത് പാറശാല SHO അനിൽകുമാറാണെന്ന് കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളിൽ കാർ ഓടിച്ചു കൊണ്ട് പോകുന്നത് ആര് എന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പോലീസ് പക്ഷേ ഇത് വാഹനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ആരാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരാണെന്നുള്ള വിവരം നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഈ അജ്ഞാത വാഹനം ഇടിച്ച സമയത്ത് പോലീസ് ആരാണെന്ന് കണ്ടെത്തുന്ന മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസ് അനുസരിച്ച് ഈ മരിച്ച രാജൻ 1 മണിക്കൂറോളം നേരമാണ് റോഡിൽ രക്തം വാർന്നു കിടന്നത്. അതായത് പുലർച്ചെ രാവിലെ 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കിളിമാനൂർ MC റോഡിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് രാവിലെ അപകടം ഉണ്ടാകുന്നത്. 4 മണിക്ക് 5 മണിക്കും ഇടയിൽ അപകടം ഉണ്ടാകുന്നു. പിന്നീട് 6 മണിയോടുകൂടിയാണ് നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങൾ ഈ നിലത്ത് കിടക്കുന്ന ചോരയിൽ കുളിച്ച് കിടക്കുന്ന രക്തം വാർന്നു കിടന്ന രാജനെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ മരണത്തിലെ ഒരു പ്രധാനപ്പെട്ട കാരണം ആരും ശ്രദ്ധിക്കാതെ പോയതും ഈ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയതുമാണ്. ഒരു പക്ഷേ വാഹനം ഇടിച്ചപ്പോൾ അത് നിർത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാനായേനെ. പക്ഷേ ഇവിടെ ജീവൻ രക്ഷിക്കാനായില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് സാധാരണ ഇതിൽ ഇത്തരം കേസുകളിൽ ചുമത്താറുള്ളത്. പക്ഷേ ഇവിടെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മാത്രം ആയിരിക്കില്ല. ഇവിടെ വാഹനം നിർത്താതെ പോയതിനുള്ള ഗുരുതരമായ വകുപ്പുകളടക്കം ചുമത്തുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വകുപ്പുതല നടപടി കൂടി SHO അനിൽകുമാറിനെതിരെ ഉണ്ടാകും. നിലവിൽ ഈ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം ജില്ലയില്ല. മറ്റൊരു കേസിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വേറൊരു ജില്ലയിലാണ്. അന്ന് ഈ വാഹനം നിർത്താതെ പോയത് സംബന്ധിച്ച് ഇദ്ദേഹമാണ് വണ്ടി ഓടിച്ചതെങ്കിൽ അത് വിശദീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത്തരം കേസുകൾ ചുമത്തിയാൽ സ്വാഭാവികമായും ജാമ്യമില്ലാത്ത കേസായതുകൊണ്ട് തന്നെ കോടതിയുടെ പരിഗണനയിലെത്തിയാൽ റിമാൻഡ് ചെയ്യപ്പെടുന്നതൊക്കെ തന്നെ നിലയിലേക്ക് എത്തും. അത് വകുപ്പ് തലത്തിൽ സസ്പെൻഷനിലേക്ക് അടക്കം എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കിളിമാനൂർ പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അനിൽകുമാറാണ് വാഹനം ഓടിച്ചെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ മരിച്ച രാജൻ 59 വയസ്സാണ്. അദ്ദേഹം രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി വീടിന് സമീപത്തെ റോഡിലേക്ക് എത്തി ചായ കുടിച്ച് തിരിച്ച് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ വാഹനം എത്തിയത്. കിളിമാനൂർ പോലീസിൻ്റെ FIR അനുസരിച്ച് ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു. അത് മാരുതി 800 വാഹനമായിരുന്നു. അമിത വേഗത്തിൽ അലക്ഷ്യമായി എത്തിയതാണ് ഈ രാജനെ ഇടിച്ചു തെറിപ്പിക്കാൻ കാരണം. പിന്നീട് വാഹനം നിർത്താതെ പോയതും ഇയാൾ മരിക്കാനായ ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് FIR പറയുന്നുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.